ഈ എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മുടെ ആൾക്കാരെല്ലാവരും ഹാപ്പി ആയിട്ട് ലീഫ് വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആന്റി പറയും, ഇവിടെ അടുത്തൊരു അടിപൊളി പട്ടണമുണ്ട്, നമുക്ക് അവിടെയൊക്കെ കുറച്ച് ചുറ്റിയടിച്ച് കറങ്ങിയിട്ട് പോവാന്ന്. പക്ഷെ മാമനും കുട്ടപ്പനും അത് തീരെ പിടിക്കില്ല. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ടീമും തമ്മിൽ പൊരിഞ്ഞ അടി വഴക്ക് ബഹളം. അതിന് അസിസ്റ്റന്റ് പെണ്ണ് അവളുടെ മാപ്പിൽ നോക്കിയിട്ട് ഈ ഒരു പട്ടണം വളരെ നല്ലതാണ്, നമുക്ക് അവിടെ പോയി അടിച്ചു പൊളിക്കാന്ന് നമ്മുടെ ആന്റിയെ സപ്പോർട്ട് ചെയ്യും. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ലീഫ് വില്ലേജിൽ എത്തണമെന്ന് കുട്ടപ്പനും മാമനും അവരുടെ അടുത്ത് പറയും. അപ്പൊ നമ്മുടെ ആന്റി നൈസായിട്ടൊരു ട്രിക്ക് ഉപയോഗിക്കും. മാമന്റെ ചെവിയിൽ പോയിട്ട് ആ ഗ്രാമത്തില് ചുന്ദരികളായിട്ടുള്ള ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, വേണമെങ്കിൽ അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കുളിക്കാന്ന് പറയും. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ അമ്മാവനാവട്ടെ 2 വട്ടം റെഡി. മനുഷ്യനാണെങ്കിൽ ഇടയ്ക്കൊക്കെ കുളിക്കണമെന്നും പറഞ്ഞ് മാമൻ നടന്നു പോകുമ്പോ കുട്ടപ്പനാവട്ടെ യു ആർ അൺബിലീവബിൾ, നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ, എന്തായാലും ഇവരൊക്കെ പോകുന്നുണ്ടെന്നും പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവരുടെ പുറകെ പോവും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് 2 പേര് ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടാവും. അതിൽ ഒരുത്തന്റെ കയ്യില് നമ്മുടെ ആന്റിയുടെ ഫോട്ടോ. ഇത് അവള് തന്നെയാണ്, തീർച്ചയായിട്ടും അവള് തന്നെയാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്യണമെന്ന് അവര് പറയും. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ആൾക്കാർ പട്ടണത്തിലെത്തി അവിടെ നമ്മുടെ മാമനാവട്ടെ കുളിക്കാനായിട്ട് ആരംഭിക്കും. അപ്പൊ നമ്മുടെ കുട്ടപ്പനും മാമന്റെ കൂടെ തന്നെ കുളിക്കണം എന്ന് പറഞ്ഞ് മാമന് വെറുപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ആന്റി അസിസ്റ്റന്റിന്റെ അടുത്ത് നമുക്ക് ചൂതാടാൻ പോയാലോ എന്ന് ചോദിക്കും. അവക്കാണെങ്കിൽ ചൂതാട്ടം എന്ന് വെച്ചാല് ജീവിതമാണ്. അസിസ്റ്റന്റ് നമുക്ക് പൂളി കുളിക്കണ്ടേന്ന് ആന്റിയോട് ചോദിക്കുമെങ്കിലും ആന്റി ആവട്ടെ പന്നിക്കുട്ടിയും വലിച്ച് ചൂതാടാൻ ഓടുകയാണ്. അപ്പൊ നേരത്തെ കണ്ട ആ കൊട്ട കമഴ്ത്തിയ 2 ചേട്ടന്മാരും ആവട്ടെ അവരുടെ പുറകെ തന്നെ ഫോളോ ചെയ്തു പോകും. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുട്ടപ്പന്റെ കുളി കഴിഞ്ഞ് അവൻ കരയ്ക്ക് കയറും. പക്ഷെ മാമൻ ഞാൻ പെണ്ണുങ്ങൾ വന്നിട്ടേ കരയ്ക്ക് കയറുള്ളൂ എന്നും പറഞ്ഞ് വെള്ളത്തിൽ തന്നെ മുങ്ങിക്കുളിക്കും. കുട്ടപ്പൻ തിരിച്ച് റൂമിലെത്തും. ആ സമയത്ത് റൂമിലുള്ള എല്ലാ സാധനങ്ങളും ആരോ വലിച്ച് താഴെ ഇട്ടിരിക്കുന്നതായിട്ട് കുട്ടപ്പൻ കാണും. അത് കണ്ട് നമ്മുടെ കുട്ടപ്പനാവട്ടെ ആ റൂം മുഴുവനായിട്ട് അന്വേഷിക്കാൻ തുടങ്ങും. പക്ഷെ ആരെയും കുട്ടപ്പൻ അവിടുന്ന് കണ്ടെത്താനാവില്ല. മാല അന്വേഷിക്കുമ്പോ അത് അവർ അടിച്ചു മാറ്റിന്നുള്ള കാര്യം കുട്ടപ്പന് മനസ്സിലാവും. അപ്പോ ഒരു ലെറ്റർ അവൻ ചുമരിൽ കാണും. അതില് നിനക്ക് മാല വേണമെങ്കിൽ നീ ഒരുപാട് കാശുമായിട്ട് മലയ്ക്ക് പിന്നിൽ വരാനായിരിക്കും. ഇതാരായിരിക്കും? കുട്ടപ്പൻ ഒരുപാട് ആലോചിച്ച് വണ്ടറടിച്ചിരിക്കും. ഇവിടെ പൂളില് മാമനാവട്ടെ ഒരുപാട് ചുന്ദരികളെ കാത്തിരുന്ന് ഒടുവിൽ കിട്ടിയത് ചുന്ദരികളായിട്ടുള്ള കുറെ കൊരങ്ങൻ കുഞ്ഞുങ്ങളെ. കുട്ടപ്പൻ കഷ്ടപ്പെട്ട് ആ ഒരു മലയുടെ മേലെ കയറി, ആരാടാ നിങ്ങളൊക്കെ, എന്നോട് കളിക്കാതെ എന്റെ മാല തിരിച്ചതാ, ആരും ഇല്ലേടാ ഇവിടെ എന്നും പറഞ്ഞ് നമ്മുടെ കുട്ടപ്പനാവട്ടെ അവിടെ കിടന്ന് ഒച്ച വെക്കും. അപ്പോഴായിരിക്കും നേരത്തെ നമ്മുടെ ആന്റിയെ ഫോളോ ചെയ്ത ആ 2 തൊപ്പിക്കാരും പുറത്തേക്ക് വരിക. അപ്പൊ കുട്ടപ്പൻ വേഗം എന്റെ മാല തിരിച്ചു തന്നോ, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ഇടിച്ച് തവിടുപൊടി ആക്കുന്നു പറഞ്ഞ് അവൻ ഒരുപാട് ക്ലൗൺസിനെ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ അവന്മാര് പറയും, നോ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, ഈ മാല അത് ആന്റിയുടേതല്ലേ, ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയും. നമ്മുടെ തൊപ്പിക്കാർക്ക് മരിച്ചാ മതിയെന്നാവും. അപ്പോഴേക്കും നമ്മുടെ കുട്ടപ്പനാവട്ടെ അവരെ 2 പേരെയും ഇടിച്ച് പഞ്ഞിക്കിടാൻ തുടങ്ങും. ഇവിടെ നമ്മുടെ മാമൻ ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്നിട്ടും പെണ്ണിന്റെ ഒരു പൊടി പോലും ഇല്ല. അപ്പൊ ഒരുപാട് ആമ്പിള്ളേര് വന്ന് നമ്മുടെ മാമന്റെ കൂടെ ഇപ്പൊ ജിങ്കാലാലയായിട്ട് കുളിച്ചോണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ തൊപ്പിക്കാരെ 2 പേരെയും അടിച്ച് പഞ്ചറാക്കുമ്പോഴായിരിക്കും കാര്യം അറിയാ, നമ്മുടെ ആന്റി അന്വേഷിച്ചാണ് ഇവർ 2 പേരും വന്നേക്കുന്നത്. അത് മറ്റൊന്നിനുമല്ല, ആന്റി ഇവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ കടം വാങ്ങി. അവര് ബില്ല് കൊടുക്കുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ എമൗണ്ട് കണ്ട് കണ്ണു തള്ളിപ്പോവും. ഇവരുടെ ബോസ് ആണ് പണം കളക്ട് ചെയ്യാനായിട്ട് നമ്മുടെ 2 കിങ്കരന്മാരെയും പറഞ്ഞു വിട്ടത്. 1 വർഷമായിട്ട് അവളുടെ ഫോട്ടോയും വെച്ച് അലഞ്ഞ് ഇപ്പോഴാണ് ഒരു വിധത്തില് അവളെ കണ്ടുപിടിച്ചത്. പണം കിട്ടാതെ തിരിച്ചു പോയാല് തീർച്ചയായിട്ടും ഞങ്ങളുടെ മുതലാളി ഞങ്ങളെ ശരിയാക്കും. കൂളായിട്ട് പോയിട്ട് ക്യാഷ് ചോദിച്ചാ ഒരുപക്ഷെ അവള് തരില്ല. അതുകൊണ്ടാണ് റൂമിൽ വന്ന് എന്തെങ്കിലും വിലപിടിപ്പുള്ളത് അടിച്ചു മാറ്റി അവളുടെ ഇന്ന് കാശ് വാങ്ങാന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പൊ നമ്മുടെ കുട്ടപ്പൻ തിരിച്ച് അതിന് എന്റെ പെട്ടിയിലാണോ കൈയിട്ട് വാരുന്നേ, അതെന്റെ മാലയാണെന്ന് പറയുമ്പോ ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ പറയുന്ന കേക്ക്, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കാശ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരണം. നിനക്കറിയാൻ പാടില്ല പൊന്നെ, ഞങ്ങൾ ഞങ്ങളുടെ കുട്ടീനെയും ഭാര്യനെയും ഒക്കെ കണ്ടിട്ട് ഒരുപാട് കാലായി, ഈ പണം കിട്ടിയാൽ മാത്രമേ ഞങ്ങളെ കൊണ്ട് പോകാൻ കഴിയൂ എന്ന് പറയുമ്പോ ഇവിടെ നമ്മുടെ ആന്റി ആവട്ടെ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ദൂർത്തടിച്ച് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് ചേച്ചിക്ക് കലി വന്ന് നമ്മുടെ ആന്റീനെ ഒരു മൂലയ്ക്ക് നിന്ന് പ്രാഗി കൊന്നുകൊണ്ടിരിക്കുവാണ്. നീ എത്രയും പെട്ടെന്ന് റൂമിൽ പോയി ബാക്കി കാശ് കൂടെ കൊണ്ടുവരാൻ പറയുമ്പോ നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചി മനസ്സില്ലാ മനസ്സോടെ പുറത്തേക്ക് പോകും. അപ്പൊ അതേ സമയത്ത് ഗാംബ്ലിംഗ് സെന്ററിൽ വേറെ ആരോ കണ്ട് നമ്മുടെ ആന്റി ആവട്ടെ ഷോക്കായിട്ട് നിൽക്കും. ഇവിടെ അമ്മാവനാവട്ടെ യുഗങ്ങൾ കാത്തിരുന്ന് ഇപ്പൊ
ഇപ്പൊ ഒരുപാട് പെണ്ണുങ്ങൾ വന്നു. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പെണ്ണുങ്ങള്, 60-80 വയസ്സുള്ള നല്ല അടിപൊളി മുത്തശ്ശിമാര്. ഇവിടെ അസിസ്റ്റന്റ് ചേച്ചി റൂമിലേക്ക് വന്ന് ക്യാഷുമായിട്ട് വെളിയിലേക്ക് പോകാൻ നിൽക്കുമ്പോ ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ എന്തോ ഒരു ലെറ്റർ ആന്റിക്ക് കൊടുക്കാനായിട്ട് ചേച്ചിയുടെ കയ്യിൽ കൊടുക്കും. ആ ലെറ്റർ തുറന്നു നോക്കി ഷോക്കായിട്ട് അവള് ഗാംബ്ലിംഗ് സെന്ററിലേക്ക് ഓടും. അവിടെ എത്തുമ്പോ നമ്മുടെ ആന്റിയെ കാണാനുണ്ടാവില്ല. അവള് പന്നിക്കുട്ടനെ ഉപയോഗിച്ച് അവളെ കണ്ടുപിടിക്കാന്ന് വിചാരിക്കുമ്പോ അതിനും കഴിയില്ല. അപ്പൊ വേറെ വഴിയില്ലാതെ അവളാവട്ടെ തെരുവീതിയിലൂടെ ആന്റി ആന്റി എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കും. അസിസ്റ്റന്റ് ചേച്ചി ടയർഡായിട്ട് മരത്തിന്റെ ചോട്ടിലിരുന്ന് ആ ലെറ്റർ ഒന്നുകൂടെ വായിക്കും. കുട്ടപ്പൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. എത്രയും പെട്ടെന്ന് കാശുമായിട്ട് നീ മലമുകളിൽ എത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവനെ കൊന്നുകളയും. അത് വീണ്ടും വായിച്ച് നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചി പേടിച്ചുകൊണ്ടേയിരിക്കും. അവൾ അവിടെ ഇരുന്നിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ശോകമൂഖമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. ഇവിടെ കാശിന് വേണ്ടി കുട്ടപ്പനെ മലമുകളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാം നമ്മുടെ ആൾക്കാരുടെ ഡ്രാമയാണ്. നമ്മുടെ ആന്റിയെ കാണുമ്പോ തന്നെ കുട്ടപ്പന്റെ കഴുത്തിൽ കത്തിവെച്ച് ഞങ്ങളുടെ പൈസ തന്നോ അല്ലെങ്കിൽ ഇവനെ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ് അവളെ പേടിപ്പിക്കാൻ തുടങ്ങും ഈ പ്രാന്തൻ ടീംസ്. പക്ഷെ നമ്മുടെ ആന്റിക്ക് ഓൾറെഡി കാര്യം പിടികിട്ടിയതുകൊണ്ട് തന്നെ അവളൊരു നമ്പർ ഇടും. അവനെ എന്ത് ചെയ്താലും എനിക്കെന്താ, എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറയുമ്പോ കുട്ടപ്പനും നമ്മുടെ 2 തൊപ്പിക്കാരും കണ്ണു തള്ളി ആന്റിയെ നോക്കും. അപ്പോഴായിരിക്കും കുട്ടപ്പൻ പറയാ, മക്കളെ പണി പാളിയെന്ന്. ഇവിടെ അങ്കിളാവട്ടെ യുഗങ്ങളോളം കാത്തിരുന്നിട്ടും ഒരു പെൺകൊടി പോലും വന്നില്ല. അവിടെ ഉണ്ടായിരുന്ന കുരങ്ങന്മാരും അങ്കിളുമാരും മുത്തച്ഛിമാരും എല്ലാവരും ചേർന്നിപ്പോ അങ്കിളുമായിട്ട് കുത്സിത പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആന്റി എന്തൊക്കെയാണെങ്കിലും ഇവനൊരു പാവം കുട്ടപ്പനല്ലേ, ഞാൻ ഹൊക്കാകെ ആകുമ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു അസിസ്റ്റന്റിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ക്യാഷ് നിറച്ച ഒരു പേഴ്സ് അവർക്ക് ഇട്ടുകൊടുക്കും. വീണ്ടും അവരെ പറ്റിക്കുകയാണെന്ന് കരുതി പേഴ്സ് തുറന്നു നോക്കുമ്പോൾ അതിൽ നിറച്ച് കാശും ഉണ്ടാവും. അവരാ ക്യാഷ് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആന്റി ആവട്ടെ ചാടി വീണ് ആ പേഴ്സ് കട്ട് ചെയ്ത് കളയും. അത് യഥാർത്ഥ നോട്ടല്ല, ഫേക്ക് നോട്ട് കൊടുത്താണ് നമ്മുടെ പെങ്കൊച്ച് അവരെ പറ്റിച്ചത്. ആന്റിയുടെ അടുത്തുനിന്ന് ആവശ്യത്തിന് കിട്ടി അവരെ അടിച്ചു തെറിപ്പിച്ച് കുട്ടപ്പനെ രക്ഷിക്കാൻ നോക്കും. അപ്പൊ കുട്ടപ്പൻ, നീ അവർക്ക് പണം കൊടുത്തില്ലേ, വെറുതെ എന്നെ രക്ഷിക്കാൻ നോക്കാണോ? അതിന് ആന്റി, അവര് നിന്നെ പേടിപ്പിക്കാണ്, യാതൊരു കുഴപ്പമില്ല, നിന്നെ ഞാൻ സേഫ് ആക്കിയിട്ട് രക്ഷപ്പെടുത്തുന്നു പറയും. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, നീ പൈസ കൊടുത്താൽ മാത്രമേ ഞാൻ ഇവിടുന്ന് വരൂ. അവർക്ക് ക്യാഷ് കിട്ടിയിട്ടില്ലെങ്കിൽ പാവങ്ങൾക്ക് വീട്ടിൽ പോയി ചേരാൻ പറ്റില്ലെന്ന് കുട്ടപ്പൻ പറയും. കുട്ടപ്പൻ പെട്ടെന്ന് അവളുടെ അടുത്ത് ചൂടായിട്ട് അവിടുന്ന് അപ്രത്യക്ഷമാവും. കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ വെച്ചാണ് ഈ പരിപാടി ഒപ്പിച്ചത്. യഥാർത്ഥത്തില് അവിടേക്ക് വന്നത് നമ്മുടെ ആന്റിയും ആയിരുന്നില്ല, അസിസ്റ്റന്റ് ചേച്ചി. അവളാവട്ടെ ആകെ ടെൻഷനായിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കും. അവള് പെട്ടെന്ന് ടെൻഷനായിട്ട് കുട്ടപ്പൻ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങും. ഇവിടെ കുട്ടപ്പനാവട്ടെ അവൻ ഓൾറെഡി അറിയായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് നേരത്തെ തന്നെ അവരെ സേഫ് ആക്കിയിട്ട് നിർത്തിയിട്ടാണ് കുട്ടപ്പൻ ഈ കളി മുഴുവൻ കളിച്ചത്. കുട്ടപ്പൻ പറയും, അവളുടെ കയ്യില് വലിയൊരു ബാഗുണ്ട്, മിക്കവാറും അതിൽ മുഴുവൻ കാശായിരിക്കും. ആ പെട്ടി അടിച്ചു മാറ്റാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നം ഇതോടെ പരിഹരിക്കാൻ കഴിയും. അങ്ങനെ കുട്ടപ്പനും ബാക്കി 2 തൊപ്പിക്കാരും കൂടെ ആന്റിയുടെ റൂമിന്റെ സൈഡിലെത്തി അവിടെ ഒളിഞ്ഞു നോക്കും. ആന്റി റൂമില് ഹായായിട്ട് വെള്ളം അടിക്കുന്ന കണ്ട് കുട്ടപ്പന് കലി കയറും. എന്നെ തട്ടിക്കൊണ്ടു പോയെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് യാതൊരു കുലുക്കവും ഇല്ല. അസിസ്റ്റന്റ് പെണ്ണാണ് ആന്റിയുടെ രൂപത്തിൽ വന്നതെന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല. കുട്ടപ്പന് പെട്ടെന്ന് ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടായിട്ട് അവനാവട്ടെ നാച്ചുറലായിട്ട് അഭിനയിച്ച് അവനിപ്പോ ആന്റിയുടെ അസിസ്റ്റന്റ് ആയിട്ട് മാറും. അവളുടെ അടുത്ത് കാഷ്വൽ ആയിട്ട് സംസാരിച്ച് ആ ഒരു പെട്ടി അടിച്ചു മാറ്റി കുട്ടപ്പൻ പുറത്തേക്ക് വരും. പെട്ടി കിട്ടിയ സന്തോഷത്തില് അവര് തുള്ളി ചാടുന്നതേ അവർക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. കറക്റ്റായിട്ട് ആ പെട്ടി ആരോ തൂക്കി അങ്ങോട്ട് എടുക്കും. അവരെന്തു പറ്റി, പെട്ടി എവിടെ പോയെന്ന് പറഞ്ഞ് മേലേക്ക് നോക്കുമ്പോ ഡാണ്ട് നിൽക്കുന്നു നമ്മുടെ ആന്റി. അതിന് കുട്ടപ്പൻ കലിപ്പടിച്ച്, നിനക്ക് നാണമുണ്ടോ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ? ഈ ഗ്രാമത്തിന് വേണ്ടി ജീവിക്കേണ്ട ഒരു ഹൊക്കാകെയാണ് നീ. മറ്റുള്ളവരെ കൊള്ളയടിക്കുന്നത് ഒരിക്കലും ശരിയല്ല. നീ ഒരിക്കലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇത്തവണയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണം. അവരുടെ പൈസ അത് തിരികെ കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ആന്റി ആവട്ടെ അവളുടെ മുഖം വെട്ടിച്ച് അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കും. അപ്പൊ നമ്മുടെ കുട്ടപ്പൻ മോന്തോണ്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് 1 2 3 എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് പെട്ടിയും തട്ടിയെടുത്ത് ഒരൊറ്റ ഓട്ടം. അത് കാണേണ്ട താമസം ആന്റി അവന്റെ മേത്തേക്ക് ചാട്ടി വീഴും. പക്ഷെ കുട്ടപ്പൻ തെറിച്ചോടുമ്പോ ആന്റി 100 110 അവന്റെ തൊട്ടടുത്തെത്തും. ഇത് കണ്ട കുട്ടപ്പനാവട്ടെ കറങ്ങി അടിച്ച് അവളുടെ മോന്തയ്ക്ക് ഒരൊറ്റ ഇട്ടി. അപ്പൊ ദാണ്ട് കിടക്കുന്നു വേറൊരു ട്വിസ്റ്റ്. അത് ആന്റി അല്ല, അവരുടെ പന്നിക്കുട്ടിയാണ്.
അതിന്റെ തൊട്ടു പുറകെ തന്നെ നമ്മുടെ ആന്റി ഓടി വരുന്നുണ്ട്. അവള് തൊട്ടടുത്ത് എത്തിക്കഴിയുമ്പോ അവർ രണ്ടുപേരും പരസ്പരം മൽപ്പിടുത്തം. ഇപ്പൊ കുട്ടപ്പനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും യഥാർത്ഥ ആന്റി അല്ല, നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചിയാണ്. കുട്ടപ്പൻ അവളെ തള്ളി നിലത്തിട്ട് എങ്ങനെയൊക്കെയോ ജീവനും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടപ്പന് പെട്ടെന്നൊരു ഐഡിയ തോന്നി. അവൻ ഒരുപാട് ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്ത് കുറെ പേര് അങ്ങോട്ടും കുറെ പേര് ഇങ്ങോട്ടും അങ്ങനെ എല്ലായിടത്തേക്കുമായിട്ട് ഓടിച്ചു വിടും. അതിന് നമ്മുടെ ചേച്ചി ഇതെന്നെ കൊണ്ടും പറ്റും, ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവളും ഒരുപാട് ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്ത് കുട്ടപ്പന്റെ മേലെ കൂടെ ഓടാൻ തുടങ്ങും. ഇവിടെ യഥാർത്ഥ ആന്റി ഏതോ ഒരു ഷാപ്പിലിരുന്ന് മൂക്കറ്റം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ തൊട്ടടുത്തായിട്ട് മറ്റാരോ ഇരിപ്പുണ്ട്. അവിടെ ഇപ്പോൾ ഉള്ള ഏതോ ഒരാൾ വന്ന് നമ്മുടെ ആന്റിയോട് എന്തോ ഒന്ന് പറയുമ്പോ ഇവിടെ നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചി ആവട്ടെ ഓരോരോ ക്ലൗഡ്സിനെ ആയിട്ട് ഇടിച്ച് തകർത്തോണ്ടിരിക്കുകയാണ്. അവള് കൈ കിട്ടുന്ന ഓരോ നറൂട്ടോനെയും ഇടിക്കുമെങ്കിലും അതെല്ലാം തന്നെ ക്ലൗഡ്സ് ആയിരിക്കും. അവൻ തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവള് പെരപ്പുറത്ത് കയറി നോക്കുമ്പോഴായിരിക്കും നമ്മുടെ കുട്ടപ്പൻ ആ ഒരു പെട്ടിയും തൂക്കി 100 110 ഓടുന്ന കാണാം. അവൾ എങ്ങനെയൊക്കെയോ ഓടി വന്ന് നമ്മുടെ കുട്ടപ്പനെ എടുത്തു പൊക്കുമ്പോ പെട്ടി താഴെ വീഴും. തൊപ്പിക്കാർ ആർത്തിമൂത്ത് ആ ഒരു പെട്ടി തുറക്കുമ്പോ കിട്ടുക അവള് കൊടുക്കാനുള്ള ഒരുപാട് പേരുടെ കടത്തിന്റെ കടലാസുകൾ മാത്രമായിരിക്കും. അപ്പൊ കറക്റ്റ് ടൈമില് നമ്മുടെ യഥാർത്ഥ ആന്റി അവിടേക്ക് വരുമ്പോ അവളുടെ രൂപത്തില് അസിസ്റ്റന്റ് നിൽക്കുന്ന കാണും. എഡി 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 എന്ന് വിളിക്കുമ്പോ അസിസ്റ്റന്റ് ചേച്ചിയുടെ കിളി പോയിട്ട് അവള് പെട്ടെന്ന് നോർമലായിട്ട് മാറും. അങ്ങനെ നമ്മുടെ ആന്റി എല്ലാത്തിനെയും തൂത്തുപെറുക്കി ഒരു റെസ്റ്റോറന്റിൽ കൊണ്ടുവന്നിട്ട് അപ്പൊ ആന്റി പറയും, ഞാൻ 1 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അക്കസുക്കിയിൽ നിന്ന് വാങ്ങിയ പണം അത് മുഴുവനായിട്ടും തിരിച്ചു കൊടുത്തു. സംഭവം നമ്മുടെ ആന്റി ആള് ഡീസന്റ് ആണ്. എല്ലാ പ്രോബ്ലവും തീർത്ത് ഇപ്പൊ നമ്മുടെ തൊപ്പിക്കാര് അവർ രണ്ടുപേരും ഹാപ്പിയാവും. പാവം കുട്ടപ്പനാവട്ടെ ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തെ കൊണ്ടുപോയി തലവെച്ചു കൊടുത്തു. പക്ഷെ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തുകൊണ്ട് ആ സ്യൂട്ട് കേസ് അസിസ്റ്റന്റ് പെണ്ണ് ഇത്രയും കാര്യത്തിൽ കൊണ്ടു നടക്കുന്നു എന്ന് നമ്മുടെ ആൾക്ക് ഒരേ ഡൗട്ട്. സംഭവം ആ പെട്ടിക്കകത്ത് മുഴുവൻ നമ്മുടെ ആന്റി കൊടുക്കാനുള്ള കടക്കാരുടെ ചീട്ടുകളാണ്. അത് മറ്റുള്ളവരറിയാതിരിക്കാനാണ് ചേച്ചി കഷ്ടപ്പെട്ട് ആ പെട്ടി കാത്തു വെച്ചിരിക്കുന്നത്. കട്ട് ചെയ്ത നമ്മുടെ മാമൻ ഇപ്പോഴും മതിമറന്ന് ചുന്ദരികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അപ്പൊ 3 ചുന്ദരികൾ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കുളിച്ചാലോ എന്ന് മാമന്റെ അടുത്ത് ചോദിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.